ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മെ തൻ്റെ തൂവലുകൾ കൊണ്ട് മറച്ച് കൺമണി പോലെ സൂക്ഷിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ച, നമുക്ക് ആവശ്യമായതെല്ലാം കുറവ് കൂടാതെ തന്ന് നമ്മെ പുലർത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കുമായി ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് അല്പനേരവും കൂടെ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സാർദീസ് സഭയോടുള്ള യേശുക്രിസ്തുവിൻ്റെ സംവാദമാണ്. വെളിപ്പാട് 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിലെ 2ഉം 3ഉമാണ് ഇപ്പോൾ നമ്മുടെ ചിന്താവിഷയം. ഒന്നും കൂടെ 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കാം. വേഴ്സസ് 2 and 3 ഫ്രം Revelation chapter 3. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. സ്തോത്രം. ഈ 2 വാക്യങ്ങളിലായിട്ട് യേശു കർത്താവ് കൊടുക്കുന്ന കൽപ്പനകൾ, ഏറ്റവും ഒടുവിലത്തെ 6-ാമത്തെ വാക്യത്തിലും ആയിട്ട് നമ്മൾ 5-6 കാര്യങ്ങളാണ് കണ്ടത്. ഏറ്റവും 1-ാമത് കർത്താവ് സഭയോട് പറയുന്നു, ഉണർന്നുകൊള്ളുക. 2, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, strengthen the things remain but ready to die. 3-ാമത് നമ്മൾ കണ്ടു, remember how you received and heard. നീ എങ്ങനെ പ്രാപിച്ചു എന്നും കേട്ടു എന്നും ഓർത്തുകൊള്ളുക. അതായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. ഓർക്കുക. We are commanded to sharpen our memory. When we remember or when we memorize certain things, that may change our attitude, may change our lives, our approach, our status. ചില ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് നാം പല കാര്യങ്ങളും ഓർക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവായും നെഗറ്റീവായുമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക. ഇവിടെ പറയുന്നത്, നാം ആദ്യമായിട്ട് സുവിശേഷം കേട്ടാൽ, നാം ആദ്യമായി സുവിശേഷത്തിൽ വിശ്വസിച്ച ആ സന്ദർഭത്തെ ഓർക്കുക എന്നാണ്. സ്തോത്രം. The first time we heard the gospel and we received the gospel, that is what we are commanded to remember, and that will sharpen our love for the Lord. കർത്താവിന് വേണ്ടിയുള്ള, അല്ലെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ അത് ദൃഢമാക്കി തീർക്കും. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ക്രൂശിനെ മറന്നു കളയുന്ന ഒരു രീതിയുണ്ട്. അറിയാം, പക്ഷേ നാം മറന്നു കളയാറുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ക്രൂശിനെ നാം ഓർക്കണം. സുവിശേഷത്തിൻ്റെ സന്ദേശം നാം നിരന്തരമായിട്ട് ഓർക്ക വേണം. സ്തോത്രം. ഓർക്ക വേണം. അത് നമ്മുടെ സഭകളിൽ, സ്തോത്രം, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം.
ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പ്രസംഗങ്ങളിലൂടെ, പാട്ടുകളിലൂടെയൊക്കെ. സ്തോത്രം. അതിനാണ് പലപ്പോഴും പഴയ പാട്ടുകൾ പാടേണ്ടി വരുന്നത്. പുതിയ പാട്ടുകൾ പലതും പണ്ടും ആർ സ്റ്റാൻലിയുടെ വാക്കുകളെ ഞാൻ എടുത്തുദ്ധരിച്ചിട്ടുള്ളത് പോലെ ബിബ്ലിക്കലി doctrinally unsound and scripturally anemic songs. ഈ കാലത്തെ പാട്ടുകൾ ഉപദേശപരമായി തെറ്റും തിരുവെഴുത്തുകളിൻ പ്രകാരം ചത്തതുമായ പാട്ടുകളാണ്. പലതും വചനത്തിന് വിരുദ്ധമായി പോലും തോന്നും. ഒരു താളവും മേളമൊക്കെ കാണും, കുറെ വാക്കുകളുടെ പ്ലേ ഓഫ് വേർഡ്സ്, കുറെ വാക്കുകളുടെ ഒരു കളിയുമൊക്കെ അതിനകത്ത് കാണും. എന്നാലും വചനം അതിനകത്ത് കുറവായിരിക്കും. സ്തോത്രം. ക്രൂശിനെ ധ്യാനിക്കുന്ന പാട്ടുകൾ ഒന്നോർത്ത് നോക്കിക്കേ, എത്രയെത്ര പാട്ടുകൾ പുതുതായിട്ടുണ്ടായി. എന്നാൽ തിരുവത്താഴത്തിന് പാടാൻ പറ്റുന്ന ഒരു പാട്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ എണ്ണം വല്ലതും ഉണ്ടായിട്ടുണ്ടാകാം. അതല്ലാതെ ഇന്നും തിരുവത്താഴത്തിന് പാടാൻ പറ്റുന്ന പാട്ടുകൾ പണ്ടത്തെ പാട്ടുകളല്ലേ ഉള്ളൂ. സ്തോത്രം. ഇടയ്ക്ക് ഒന്ന് രണ്ട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ട്യൂണും സാധാരണ ഒരു കോൺഗ്രിഗേഷണൽ ട്യൂണിൽ, കോൺഗ്രിഗേഷണൽ സോങ് ആയിട്ട് പാടാൻ ഒക്കാത്ത പാട്ടുകളാണ്. സ്തോത്രം. ഇത് രണ്ടുമുണ്ട്. ക്രൂശിനെയും ദൈവസ്നേഹത്തെയും ക്രിസ്തുവിൻ്റെ ത്യാഗത്തെയും മരണത്തെയും ഒക്കെ പ്രസ്താവിക്കുന്ന പാട്ടുകളും അതോടൊപ്പം സംഘമായി പാടാൻ സരളമായ പാട്ടുകളും, ഇത് രണ്ടും, ഈ രണ്ട് ഗുണങ്ങളും കൂടെ ഒത്തുചേരുന്ന പാട്ടുകളാണ്. ചിലപ്പോൾ ലളിതഗാനം പോലെ പാടാൻ പറ്റുന്ന പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതല്ല. സ്തോത്രം. തിരുവത്താഴത്തിന് സഭയാണ് പാടുന്നത്, ഒരാൾ നിന്നുകൊണ്ട് പാടുകയില്ല. ഈവൻ കൊയർ എവിടെയെങ്കിലും പാടുന്നെങ്കിൽ പോലും, ഒരു സഭയിൽ ചിലപ്പോൾ വലിയ ചർച്ച ആണെങ്കിൽ കൊയർ കാണും, ഗായക സംഘം കാണും. ഗായക സംഘമാണ് പാട്ട് പാടുന്നതെങ്കിൽ പോലും പൊതുസഭയ്ക്ക് കൂടെ പാടാൻ കഴിയുന്ന തരത്തിലെ ക്രൂശിനെ ധ്യാനിക്കുന്ന പാട്ടുകൾ, ക്രൂശിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന പാട്ടുകൾ, അത് തുലോം വിരളമല്ലേ. ഇപ്പോഴും നോക്കിക്കേ, ഈവൻ ഈ അടുത്ത സമയങ്ങളിലും അച്ചടിക്കുന്ന പാട്ടുപുസ്തകങ്ങളിൽ തിരുവത്താഴത്തിന് വേണ്ടി പാടുവാൻ അച്ചടിക്കുന്ന പുസ്തകങ്ങൾ വല്ലതും, അച്ചടിക്കുന്ന പാട്ടുകൾ വല്ലതും പഴയതല്ലാതില്ല. സ്തോത്രം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ക്രൂശിനെ എത്രമാത്രം മറന്നു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ആവർത്തിച്ച് ആവർത്തിച്ച് ക്രൂശിനെ, സുവിശേഷത്തെ, ക്രൂശീകരണത്തെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മുടെ സഭകളിൽ പ്രസംഗിക്കണം, പഠിപ്പിക്കണം. അതിനുള്ള വലിയ ആഗ്രഹം നമുക്കുണ്ടാവണം. സ്തോത്രം. നമ്മുടെ സഭകളിൽ അത് വേണം. പുറം ലോകത്തോട് സുവിശേഷ പ്രസംഗങ്ങളിലും അത് വേണം. ഇവിടെ അത് മറന്നുപോയതാണ് ഒരു പ്രശ്നമായി തീർന്നത്. സ്തോത്രം. യേശുവിനെയും ക്രൂശിനെയും അവർ മറന്നു. ക്രൂശിൽ വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തെ അവര് മറന്നു. സ്തോത്രം. അത് ഓർക്കാൻ പറയുക. അത് മറന്നാൽ പിന്മാറ്റം ഉറപ്പ്. If we forget the cross, the love of cross, the story of cross, the history of cross, it is certain that we will backslide. നാം പിന്മാറും എന്നുള്ളത് ഉറപ്പ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് നമ്മോടുണ്ടായ സ്നേഹത്തെ നമ്മുടെ അകത്ത് ജ്വലിപ്പിച്ചു നിർത്തുവാൻ നമുക്ക് ക്രൂശിനെ ധ്യാനിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. നമ്മൾ ഒറ്റയ്ക്ക് പാട്ടൊക്കെ പാടുന്നവരായിരിക്കുമല്ലോ, ഇരുന്നും നിന്നും നടന്നും ഒക്കെ. നാം ഒറ്റയ്ക്ക് ഏത് തരത്തിലുള്ള പാട്ടുകളാണ് അധികം പാടാറുള്ളത്?
സ്തോത്രം. Even when we sing songs personally, privately, what type of songs we often sing? സ്തോത്രം. അതായത് ക്രൂശുമായി ബന്ധപ്പെട്ടതാണോ ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ഈ അവസരത്തിൽ. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഓർക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, certain things sharpen our memory. For example, when we go to a cemetery, maybe for a funeral of someone else, that is an occasion for us to remember our departed ones. നമ്മൾ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെയോ കുടുംബാംഗങ്ങളെയോ ഒക്കെ മറന്നു കാണും. മറന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല. അതേസമയം ഒരു സെമിത്തേരിയിലേക്ക് നമ്മൾ പോവുകയോ ഒരു സെമിത്തേരിയുടെ അടുക്കലൂടെ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് നമുക്കവരെ ഓർമ്മ വരും. ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും ഒക്കെ